ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി തേങ്ങ അരച്ചൊരു നെത്തോലിക്കറി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ചെറുതായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി. നെത്തോലി ആയതുകൊണ്ട് നമ്മൾ 1/4 സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരണ്ട. ജസ്റ്റ് നമ്മൾ ഈ മസാല, ഈ പൊടിയെല്ലാം ആ തേങ്ങയിലൊന്ന് മിക്സ് ആയാൽ മതി. ഒന്ന് ഇതുപോലെ ഒന്ന് തേങ്ങ ഒന്ന് ചൂടായി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ചെടുത്ത അതേ മൺചട്ടി തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെയും കൂടി മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്കിതിലേക്ക് ആ ജാറിലൊന്ന് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഈ കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ നെത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. നെത്തോലി മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വറ്റി എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ ഇതാ കറിയൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.